Shiny Naushad. Welcome to my channel Fane Maths Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റീജേഴ്സ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. എക്സസൈസ് 1.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1 2 3 4 ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് 6th ക്വസ്റ്റ്യനിലോട്ട് പോകാം. Rita goes 20 kilometers towards east from a point A to the point B. From B, she moves 30 kilometers towards west along the same road. If the distance towards east is represented by a positive integer, then how will you represent the distance traveled towards west? By which integer will you represent her final position from A? അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? റീത്ത ഗോസ് 20 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ് ഫ്രം എ പോയിന്റ് എ ടു ദ പോയിന്റ് ബി. നമ്മുടെ റീത്ത എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 20 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫ്രം ബി ഷി മൂവ്സ് 30 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ് അലോങ് ദ സെയിം റോഡ്. അപ്പൊ ഈ സെയിം റോഡിൽ കൂടി തന്നെ ഈ ബിയിൽ നിന്നും എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റിലോട്ട് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then, if the distance towards east is represented by a positive integer, അതായത് ഈസ്റ്റിലോട്ടുള്ള ദൂരത്തെ നമ്മൾ പോസിറ്റീവ് ഇന്റീജറിലാണ് കാണിക്കുന്നതെങ്കിൽ then how will you represent the distance traveled towards west? നമ്മൾ വെസ്റ്റിലോട്ടുള്ള ദൂരത്തെ ഏതിലാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മള് ഒരു നമ്പർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന പോയിന്റിനെ ഇപ്പൊ 0 ആയിട്ട് എടുത്തു എന്ന് വെച്ചോ. അപ്പൊ 0യിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് ഇതിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിറ്റീവിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഈസ്റ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ പോസിറ്റീവ് ഇന്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0യിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ടാണ് അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം വെസ്റ്റിലോട്ട് പോകുന്ന ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തിലായിരിക്കും എടുക്കുന്നത്? നെഗറ്റീവിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ടുവേർഡ്സ് വെസ്റ്റ് ഈസ് represented by negative integer. Okay, ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൈ വിച്ച് ഇന്റീജർ വിൽ യു റെപ്രസെന്റ് ഹർ ഫൈനൽ പൊസിഷൻ ഫ്രം എയിൽ നിന്നുമുള്ള ആ ഫൈനൽ പൊസിഷനെ നമ്മൾ ഏത് ഇന്റീജറിലാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എയിൽ നിന്നും അവൾ ബിയിലോട്ട് സഞ്ചരിച്ച ദൂരം 20 കിലോമീറ്റർ ആണ്. പിന്നെ ബിയിൽ നിന്നും ആ സെയിം റോഡിൽ കൂടി അവള് വെസ്റ്റിലോട്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് -30 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്നുമുള്ള അവളുടെ ഫൈനൽ പൊസിഷനെ നമ്മൾ ഏത് ഇന്റീജറിൽ കാണിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ആൻസർ കണ്ടെത്തണം അല്ലെ. അപ്പൊ ആൻസർ കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ടുവേർഡ്സ് ഈസ്റ്റ് ഇസ് ഈക്വൽ ടു 20 kilometer. Then distance traveled towards west is equal to -30 kilometer. Then final position is equal to add ചെയ്യണം അല്ലേ, 20 plus -30. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമാണ്, രണ്ട് ഡിഫറെന്റ് സൈൻസ്, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുള്ളത്? അഡിഷൻ റൂൾ അനുസരിച്ച് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, അതിനുശേഷം ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ എടുത്ത് ഇടുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗസ്റ്റ് നമ്പറിൽ നിന്നും സ്മോളസ്റ്റ് നമ്പർ വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. 30 - 20.
അപ്പൊ നമുക്ക് എന്തോ കിട്ടി ആൻസർ 10. ഇനി എന്താണ് നമ്മൾ ഇടേണ്ടുള്ളത് റൂൾ അനുസരിച്ച്? ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ -10 കിലോമീറ്റർ. അപ്പൊ എങ്ങനെയാണ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അഡിഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അഡിഷൻ റൂൾ അനുസരിച്ച് ഡിഫറെന്റ് സൈൻസ് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ബിഗസ്റ്റ് നമ്പറിൽ നിന്നും സ്മോളസ്റ്റ് നമ്പറിനെ മൈനസ് ചെയ്യണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടുള്ളത്? ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ എടുത്തിട്ട് കൊടുക്കണം. സൈൻ ഇടുന്നത് തെറ്റിപ്പോകരുത്. ആരുടെ സൈനാണ് ഇടേണ്ടുള്ളത്? ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ -10 കിലോമീറ്റർ. അപ്പൊ അവളുടെ ഫൈനൽ പൊസിഷനെ നമ്മൾ ഏത് ഇന്റീജറിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? നെഗറ്റീവ് ഇന്റീജറില്. അപ്പൊ നമുക്ക് എന്തെന്ന് അറിയാം? ഫൈനൽ പൊസിഷൻ ഈസ് represented by നെഗറ്റീവ് ഇന്റീജർ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ അതാണല്ലേ, ഏത് ഇന്റീജറിലാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വെറുതെ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം പോരെ, എങ്ങനെയും കൂടി എടുത്ത് എഴുതി വെക്കണം അല്ലേ. ഫൈനൽ പൊസിഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ നെഗറ്റീവ് ഇന്റീജർ. ഓക്കെ, ക്ലിയർ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.